വിലക്കപ്പെട്ട പ്രണയം ഭാഗം 63. നീണ്ട നേരത്തെ യാത്ര. എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്തിനാണ് പോകുന്നതെന്നോ ആമി അവനോട് ചോദിച്ചില്ല. മിണ്ടാതെ അങ്ങനെ ഇരുന്നു. അവനും ഒന്നും മിണ്ടിയില്ല. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ആമയ്ക്ക് മനസ്സിലായിരുന്നു. ഫ്ലാറ്റിൻ്റെ കാർ പാർക്കിങ്ങിൽ നിർത്തി അവൻ തന്നെ വന്ന് അവൾക്ക് കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു. അവനെ കണ്ടതും ലഗേജ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ സെക്യൂരിറ്റി അവൻ്റെ അടുത്തേക്ക് വന്നു. ആമിയെ കണ്ട് അയാൾ അവനോട് ചോദിച്ചു, ആഹാ, ഫ്രണ്ടായിട്ടാണോ വന്നത്? അതിനാണോ രാവിലെ തന്നെ രണ്ടുപേരും കൂടെ പോയത്? ഫ്രണ്ടല്ല, ഇത് പൊണ്ടാട്ടിയാ. പുഞ്ചിരിയോടെ അയാളെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് എബി പറഞ്ഞതും ആമി അവനെ ഞെട്ടലോടെയാണ് മുഖം ഉയർത്തി നോക്കിയത്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ മുന്നിലേക്ക് നടന്നു. പിന്നിലായി ആമി പതിയെ നടക്കുന്നത് കണ്ടതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് ലിഫ്റ്റ് കയറി. ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ അവളുടെ മുന്നിലേക്ക് വീണു കിടക്കുന്ന മുടി എബി പിന്നിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു. അപ്പോഴും ആമി ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽപ്പ് തന്നെയായിരുന്നു. ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തിയപ്പോൾ ആമി അവനെ ഒന്ന് നോക്കി. കീ വെച്ച് വാതിൽ തുറന്ന് അവൻ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. വാ. വീണ്ടും അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നവളെ അവൻ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി. ഇരിക്കെ. സോഫയിലേക്ക് ചൂണ്ടി എബി പറഞ്ഞതും ആമി അതുപോലെ തന്നെ അങ്ങോട്ടിരുന്നു. എബി അവളുടെ മുന്നിലായി വന്ന് മുട്ടുകുത്തിയിരുന്നു. അങ്ങനെ ഇരുന്നിട്ടും ആമി അവനെ മുഖമുയർത്തി നോക്കിയില്ല. അപ്പോഴും തല താഴ്ത്തി പിടിച്ചിരിക്കുവാണ്. ശിവ. അവൻ അവളെ അരുമയായി വിളിച്ചു. ആ വിളിയിൽ അവൾ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. കരഞ്ഞതുകൊണ്ട് തന്നെ ആകെ കലങ്ങിയിരിക്കുന്ന അവളുടെ കണ്ണുകളും ചുവന്നു തൊടുത്തിരിക്കുന്ന കവിളുകളും വിറയ്ക്കുന്ന ചുണ്ടുകളും. അത് കണ്ടതും ഒരു നിമിഷം അവന് ദേഷ്യവും തോന്നി, അതിനൊപ്പം പാവവും തോന്നിപ്പോയി. കരയാതിരിക്കെ. ശബ്ദം അല്പം കനപ്പിച്ചുകൊണ്ട് മാത്രമാണ് അവൻ പറഞ്ഞത്. ആമി വേഗം തന്നെ കൈ ഉയർത്തി മുഖം തുടച്ചു. ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അറിയുമോ നിനക്ക്? ആമി അതിന് ഒന്നും മിണ്ടിയില്ല. എന്തിനാ പിന്നെ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ശ്രദ്ധിച്ചു കേൾക്കണം. അത് പറഞ്ഞിട്ടും അവൾക്കൊരു കുലക്കുമില്ല. അപ്പോഴും വീണ്ടും അവൾ മുഖം കുരിച്ചിരുന്ന് കരച്ചിൽ തന്നെ. ഡി, നിന്നോട് ഞാൻ മര്യാദയുള്ള ഭാഷയിൽ പറഞ്ഞു കരയരുതെന്ന്. അപ്പോൾ നിനക്ക് കേൾക്കാൻ കഴിയില്ലല്ലേ ഡി? എബി സഹി കെട്ടതുപോലെ മുന്നിലെ ടീപ്പോയിലിരുന്നിരുന്ന ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്കെറിഞ്ഞു. അത് ചിന്നി ചിതറുന്നത് കണ്ടതും ആമി പേടിയോടെ അവനെ നോക്കി. എന്നെ നിനക്കറിയാലോ, ദേഷ്യം വന്നാൽ ഒന്നും നോക്കില്ല, ആരെയും നോക്കില്ല ഞാൻ. പിടിച്ച് പള്ളിയിൽ കൊണ്ടുപോയിട്ടൊരു മിന്നങ്ങ് കെട്ടിക്കളയും. അത് ചെയ്യാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ലേ പിന്നെ. നിന്റെ സമ്മതം കൂടെ വേണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാനും വയ്യ, എന്നോടൊന്നും പറയാനും വയ്യ. താഴ്ന്നു തരുമ്പോൾ തലയിൽ കയറി നിരങ്ങുവാണ് അവളുടെ ഒരു കരച്ചിലും പിഴിച്ചിലും. എബി ദേഷ്യത്തോടെ ചിന്നിച്ചിതറി കിടക്കുന്ന ഫ്ലവർ വേസിൻ്റെ പുറത്തൂടെ നടന്ന് ബാൽക്കണിയിലേക്ക് പോയി. ആമി അപ്പോഴും അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. അകത്തേക്ക് കടന്നു വരുന്ന രൂക്ഷമായ സിഗരറ്റിൻ്റെ ഗന്ധത്തിൽ നിന്നും അവൻ സിഗരറ്റ് വലിക്കുകയാണ് എന്ന് മനസ്സിലായി. കുറച്ചു സമയം അങ്ങനെ ഇരുന്ന് ആമി അവിടെ നിന്ന് എഴുന്നേറ്റു. മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ബാൽക്കണിയിലേക്ക് നടന്നു. റൈലിങ്ങിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവൻ. ആമി അവൻ്റെ അടുത്തേക്ക് പോയി നിന്നു. അവനൊന്ന് നോക്കിയത് പോലുമില്ല. കയ്യിലിരിക്കുന്ന സിഗരറ്റ് ആഞ്ഞു വലിച്ച് അതിൻ്റെ പുക ഊതിക്കളയുന്ന തിരക്കിലായിരുന്നു അവൻ. എനിക്ക് പറ്റുന്നില്ല, ഞാൻ കൊള്ളില്ല, ചീത്തയാ ഞാൻ. ആമി ആകെ പൊട്ടിക്കരഞ്ഞു പോയി. ശിവ, വെറുതെ ഇരിക്ക്, കരയല്ലേ. അത് കണ്ടതും എബി അവളുടെ അടുത്തേക്ക് വന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അവൾക്കത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി അവൻ അടങ്ങി നിന്നു. ശിവ, എന്നെ നോക്കെന്നെ. അവളുടെ തോളിലൊന്ന് കൈ അമർത്തിക്കൊണ്ട് എബി പറഞ്ഞതും ആമി അവനെ മുഖം ഉയർത്തി ഒന്ന് നോക്കി. വന്നേ, നമുക്ക് സംസാരിക്കാം. ഈ കരച്ചിലാദ്യം നിർത്ത്. എബി പറഞ്ഞതും എങ്ങനെയോ ആമി കരച്ചിലടക്കി നിർത്തി. അവൻ അവളെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചു. അവൻ അവളുമായി കട്ടിലിൽ വന്നിരുന്നു. എൻ്റെ ശിവ, പറയ്, എന്താ പറയാനുള്ളത്? എല്ലാം പറയ്. എല്ലാം പറഞ്ഞു തീർന്നിട്ട് ഇന്ന് ഇവിടുന്ന് പോയാൽ മതി. എല്ലാം പറഞ്ഞു തീർത്തിട്ട് ഇവിടുന്ന് പോകുമ്പോൾ മനസ്സിൽ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. എബി അവളെ ഓർമ്മിപ്പിച്ചു. ഞാനൊന്ന് പറയട്ടെ. ഞാൻ ചേരില്ല, ഞാൻ കൊള്ളില്ല. എങ്ങനെയാണ് നീ കൊള്ളില്ലാതാകുന്നത്? അതുകൂടി പറഞ്ഞതാ എനിക്ക്. ഇനിയും ഞാനത് പറയണോ? വേണം, എനിക്കറിയണം. നീ എന്ത് കാര്യം കൊണ്ടാണ് നീ കൊള്ളില്ല, ചീത്തയാണ് എന്നൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നതെന്ന കാര്യം എനിക്കറിയണം. ഞാൻ ചേരില്ല, ഒരു രണ്ടാം കെട്ടുകാരി. അത് പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ തന്നെ എബി അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചത് തടഞ്ഞു. അതിനി പറയരുത്, എനിക്കത് കേൾക്കുകയും വേണ്ട. അതിനെക്കുറിച്ച് ഇനി നമ്മുടെ ഇടയിലൊരു സംസാരവും വേണ്ട. ഗൗരവത്തിൽ എബി പറഞ്ഞതും ആമി ഒന്നും മിണ്ടിയില്ല. വേണ്ട, എങ്കിലും അത് വേണ്ട. ഞാൻ ശരിയാവില്ല. ഭാഗ്യമില്ലാത്ത പെണ്ണാണ് ഞാൻ. കൂടെയുള്ളവർക്കും എല്ലാവർക്കും ഞാൻ കാരണം ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളത്. വേണ്ട. ശരി, വേണ്ട. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഞാനിനി നിർബന്ധിക്കില്ല.
ഞാൻ തിരികെ ഇനി അമേരിക്കയിലേക്ക് പോകാൻ ആലോചിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി നിനക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ. എബി പറഞ്ഞതും ആമി അവനെ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. നോക്കണ്ട, ഇത് ഞാൻ തീരുമാനിച്ചു വെച്ചതാണ്. നീ ഇല്ലെങ്കിൽ ഇവിടെ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ അമേരിക്കയിലേക്ക് പോകും. അവൻ അവളുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്തു. വീണ്ടും പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങുന്ന അവൻ്റെ കയ്യിൽ നിന്ന് ആമി സിഗരറ്റ് തട്ടിപ്പറിച്ചു. കളിക്കല്ലേ, അതിവിടുത്താ. ഇല്ല, ഇതിപ്പോൾ എത്രാമത്തെയാണ്? ഇനി വേണ്ട. അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്, നീയല്ല. എന്നെ വേണ്ടാത്തവരാരും എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. അവൻ അവളുടെ കയ്യിൽ നിന്ന് ബലമായി അത് തിരികെ വാങ്ങിച്ചു. അവൻ്റെ ആ ഒരു വാക്കിൽ ആമി ഒന്നും മിണ്ടാതെ ഇരുന്നു പോയി. ഇനി എനിക്കൊന്നും പറയാനില്ല. ഒന്നും ഞാൻ ചോദിച്ചു വരികയുമില്ല. അവസാനമായിട്ടൊരു കാര്യം എനിക്കറിയണം. ആമി അവൻ എന്താണ് ചോദിക്കുന്നതെന്നറിയാനായി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. നീ എൻ്റെ മുഖത്ത് നോക്കി പറയണം. എന്നെ ഇഷ്ടമല്ലെന്ന് പറയണം. ഇതുവരെ എന്നെ നീ സ്നേഹിച്ചിട്ടില്ല, പ്രണയിച്ചിട്ടില്ലെന്ന് തുറന്നു പറയണം. ഞാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്താലും നിനക്ക് കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിൻ്റെ മുന്നിലേക്ക് ഒരു കാര്യത്തിനും വരില്ല. നിൻ്റെ പിന്നാലെ ഞാൻ നടക്കുകയില്ല. അവൻ അങ്ങനെ പറഞ്ഞതും ആമി അവനെ ഞെട്ടലോടെ നോക്കി. ഇതൊക്കെ അവനീ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ കൊണ്ട് കഴിയുന്നതല്ല. മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ ആവില്ല തനിക്ക്. അവനിലും എത്രയോ മുൻപ് താൻ അവനെ പ്രണയിച്ചു തുടങ്ങിയതാണ്. എന്നോട് പറയ്. അവനത് ചോദിച്ച് വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. എന്തിനോ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കരയരുതെന്ന് ഞാൻ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞതാണ്. എനിക്കിനി നിന്റെ നാവിൽ നിന്ന് അത് മാത്രം കേട്ടാൽ മതി. അവൻ മുന്നിലേക്ക് വരുന്നതിനനുസരിച്ച് ആമി പിന്നിലേക്ക് നീങ്ങി. ഒടുവിൽ കട്ടിലിന് വരമ്പിൽ തട്ടിയതും ആമി അവിടെ തന്നെ നിന്ന് പോയി. നൂലിഴ വ്യത്യാസത്തിൽ അവളുടെ മുന്നിലായി എബിയും. ശിവ. എബി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചതും ആമി കണ്ണിറുക്കി അടച്ചു കളഞ്ഞു. അവൻ്റെ നോട്ടം, ശിവ എന്നുള്ള അവൻ്റെ ശബ്ദം ഒന്നും അവൾക്ക് താങ്ങാനാവുന്നില്ലായിരുന്നു. അവളിലെ പ്രണയിനി ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു അതെല്ലാം. താൻ ഒന്നും മിണ്ടാതെയായതും അവൻ തന്നിൽ നിന്ന് അകന്നു മാറുന്നത് അവൾക്ക് അറിയാനാകുന്നുണ്ടായിരുന്നു. ലൈറ്റർ വീണ്ടും കത്തിക്കുന്ന ശബ്ദം കേട്ടതും ആമി കണ്ണുകൾ തുറന്നു. അവൾ ഓടിപ്പോയി കത്തിച്ച സിഗരറ്റ് കൈകൊണ്ട് കെടുത്തി അത് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. ദേഷ്യം സഹിക്കാൻ വയ്യാതെ നിൽക്കുകയായിരുന്നു എബി. അവന് അതിനൊരയവ് വരുത്താനെന്നോണമാണ് സിഗരറ്റ് എടുത്തത്. അത് കളഞ്ഞത് കണ്ടതും അവന് വീണ്ടും ദേഷ്യം വന്നു. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അവൻ അവളെ തല്ലാനായി കൈ ഉയർത്താൻ പോയപ്പോഴേക്കും ആമി ഓടി വന്നവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവൻ്റെ കൈകൾ നിമിഷനേരം കൊണ്ട് താഴ്ന്നുപോയി. ഒരു നിമിഷം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ എബി അങ്ങനെ തന്നെ നിന്നുപോയി. പ്രതീക്ഷിക്കാത്ത നേരത്താണ് അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അവൻ്റെ ഷർട്ടിൻ്റെ പിന്നിലായി മുറുകുന്ന അവളുടെ കയ്യിൽ നിന്ന് തന്നെ അവൾ എത്രമാത്രം പേടിച്ചിട്ടുണ്ട് എന്നവന് മനസ്സിലായി. കുറച്ചു നേരം എബി അനങ്ങിയില്ല, അങ്ങനെ തന്നെ നിന്നു. പിന്നീട് എപ്പോഴോ അവളെ അവനും ചേർത്ത് പിടിച്ചു പോയിരുന്നു. രണ്ടുപേരും അങ്ങനെ തന്നെ ഒരുപാട് സമയം പുണർന്നു നിന്നു. അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള ഷർട്ടിൽ നനവ് പടർന്നപ്പോൾ അവൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നവനും മനസ്സിലായി. ശിവ. അവൻ അവളുടെ തലയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് അരുമയായി വിളിച്ചു. അവളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം അവനിലെ ദേഷ്യം അത്രമാത്രം അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവൻ വിളിക്കുന്നത് കേട്ടതും അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. എന്താടാ? അവൾ നോക്കുന്നത് കണ്ടതും വീണ്ടും അവൻ അവളോട് അരുമയായി വാത്സല്യത്തോടെ ചോദിച്ചു. ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവൾ വീണ്ടും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലേ? ഒരുപാട് വേദനിപ്പിച്ചില്ലേ ഞാൻ? ഒഴിവാക്കാൻ നോക്കിയില്ലേ? എന്നിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അവളുടെ ആ ചോദ്യത്തിന് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും അവളുടെ തലയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ശരിക്കുള്ള സ്നേഹം എങ്ങനെയാണെന്നും ശരിക്കുള്ള സൗഹൃദം എന്താണെന്നും എല്ലാം എന്നെ പഠിപ്പിച്ചത് നീയാണ്. ആ നിന്നെ ഞാനെങ്ങനെ വെറുക്കാനാണ്? അതുകൂടി നീ പറഞ്ഞതാ. എബി പറഞ്ഞതും ആമി അവനെ കണ്ണു നിറച്ചു നോക്കി. ഞാൻ വേണോ? നീ മാത്രം മതി. രണ്ടുപേരുടെയും ശബ്ദം താഴ്ന്നുപോയി. എന്നെ ആർക്കും ഇഷ്ടാവില്ല. എനിക്കിഷ്ടമാണല്ലോ. എൻ്റെ അമ്മാമ്മയ്ക്ക് ഇഷ്ടമാണ്. അതുപോലെ ചെറിയ മമ്മിയൊക്കെ അറിയുമ്പോൾ വഴക്ക് പറയും. അവർ വഴക്ക് പറഞ്ഞാൽ അതെൻ്റെ രോമത്തിൽ പോലും ഏൽക്കാൻ പോകുന്നില്ല. പിന്നെ നിന്നെ അവരെന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ ബാക്കി എന്താ ഉണ്ടാവുന്നത് നമുക്ക് കണ്ടറിയാം. അത് പറഞ്ഞുകൊണ്ട് എബി അവൾക്ക് ഇനി എന്താണ് ചോദിക്കാനും പറയാനും ഉള്ളതെന്ന രീതിയിൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. മറ്റുള്ളവരൊക്കെ എന്നെപ്പോലുള്ള ഒരുത്തിയെ വിവാഹം ചെയ്യുമ്പോൾ കുറ്റം പറയില്ലേ? നിന്നെപ്പോലൊരുത്തിയോ? നിനക്കെന്താ കുഴപ്പം? പെണ്ണ് തന്നെയല്ലേ? അവൻ അവളെ തന്നിൽ നിന്ന് നീക്കി നിർത്തിക്കൊണ്ട് അടിമുടിയൊന്ന് നോക്കി. അത് കണ്ടതും ആമി വേഗം തന്നെ അവനിലേക്ക് തന്നെ ചേർന്ന് നിന്നു. അയ്യേ, അതല്ല. ആളുകളൊക്കെ അറിയുമ്പോൾ കളിയാക്കും. അതിന് കല്യാണം കഴിക്കുന്നത് കളിയാക്കാനുള്ള കാര്യമാണോ? നിങ്ങൾക്ക് ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്, എന്നിട്ടും വെറുതെ എന്നെ കളിപ്പിക്കുവാണ്. അത് പറഞ്ഞ് ആമി അവൻ്റെ നെഞ്ചിൽ പിടിച്ചൊന്ന് തള്ളിക്കൊണ്ട് അവനിൽ നിന്ന് നീങ്ങി നിന്നു. അവിടെ നിൽക്ക്, ഞാൻ ചോദിക്കട്ടെ.
എബി അവളുടെ കയ്യിൽ പിടിച്ച് വീണ്ടും അവളെ തൻ്റെ അരികിലേക്ക് അടുപ്പിച്ച് നിർത്തി. എന്നോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചും പറഞ്ഞും കഴിഞ്ഞില്ലേ? എബി ചോദിച്ചതും ആമി പിടച്ചിലോടെയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. അത്രമാത്രം ചേർന്നാണ് രണ്ടുപേരും നിൽക്കുന്നത്. അങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഹൃദയം പതിവിലും വേഗത്തിലിടിക്കുന്നത് ആമിക്ക് അറിയാനാകുന്നുണ്ടായിരുന്നു. അതിനെ ഒന്ന് വരുതിയിലാക്കാൻ എന്നോണം ആമി നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചു. ഇനി പറയ്, എന്നെ ഇഷ്ടമല്ലേ നിനക്ക്? എബി അവൾക്ക് നേരെ മുഖം താഴ്ത്തിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അത്രയും പ്രണയത്തോടെയാണ് അവളോടത് ചോദിച്ചത്. അവൻ്റെ ഗൗരവം കലർന്ന ആ ശബ്ദവും നിശ്വാസവും അവളെ വല്ലാതെ തളർത്തിക്കളയുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ വീണ്ടും അവൻ്റെ ഷർട്ടിൽ മുറുകിപ്പോയിക്കൊണ്ടിരുന്നു. പറയ്. എബി അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം തനിക്ക് നേരെ ഒന്ന് ഉയർത്തി. പിടയ്ക്കുന്ന കണ്ണുകൾ ചുവന്നു തുടുത്തു കയറിയ മുഖം. എബി ദീർഘമായി ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. എനിക്കിഷ്ടാ. അവളുടെ പതിഞ്ഞ ശബ്ദം തൻ്റെ നെഞ്ചിൽ വന്ന് തട്ടിയത് എബി അറിയുന്നുണ്ടായിരുന്നു. എബിയുടെ ഹൃദയമിടിപ്പും പതിവിലും വേഗതയിലായി. എന്താ? അവൾ പറഞ്ഞത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരുതരം വ്യഗ്രത പോലെ അവൻ അവളോട് വീണ്ടും പറയാൻ ആവശ്യപ്പെട്ടു. എനിക്കിഷ്ടാ. ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചതും ഇഷ്ടപ്പെട്ടതും സുഹൃത്തായി കണ്ടതും ഒക്കെ നിങ്ങളെയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആമി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചിരുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ എബി അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു. സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നില്ലായിരുന്നു അവന്. അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നും മനസ്സിലാകുന്നില്ല. അവൻ മതിയാകാത്തതുപോലെ അവളെ വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ചടുപ്പിച്ച് ചേർത്ത് നിർത്തി. ഐ ലവ് യു. എബി അവളുടെ മുഖം ഒന്നാകെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ആമി കണ്ണുകളടച്ച് അത് സ്വീകരിക്കുകയും ചെയ്തു. സമയം കടന്നുപോയി. രണ്ടുപേരും ബാൽക്കണിയിലുള്ള സോഫയിൽ ഇരിക്കുകയാണ്. രണ്ടുപേരും വിട്ടുമാറിയാണ് ഇരിക്കുന്നതെങ്കിലും കൈകൾ കോർത്തു പിടിച്ചിരിക്കുകയാണ്. കുറച്ചു സമയമായി കായലിൻ്റെ ഓളങ്ങളിലേക്ക് നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും. പരസ്പരം ഒന്നും സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ. രണ്ടുപേരുടെയും ഉള്ളിലും സന്തോഷം മാത്രമാണ്. ഉള്ളിലെ സന്തോഷം തിങ്ങി നിറഞ്ഞ് അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാതിരിക്കുകയാണ് രണ്ടുപേരും. മാത്രമല്ല, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഒടുക്കം അവനോട് പ്രണയമാണെന്ന് സമ്മതിക്കേണ്ടി വന്നതിൻ്റെ ഒരു ചെറിയ നാണവും ചമ്മലും ഒക്കെ ആമിയിൽ ബാക്കിയുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശിവ? കുറച്ചു സമയം കഴിഞ്ഞതും അവൻ്റെ കൈക്കുള്ളിലിരിക്കുന്ന അവളുടെ കയ്യിൽ ഒന്ന് അമർത്തിക്കൊണ്ട് എബി ചോദിച്ചു. അവളിൽ നിന്ന് ഒരു മൂളൽ മാത്രമാണ് മറുപടി ലഭിച്ചത്. നിനക്ക് നമ്മുടെ വീടിനേലും ഇഷ്ടം ഈ ഫ്ലാറ്റ് അല്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും പെട്ടെന്ന് ആമി ഞെട്ടലോടെ കണ്ണു വിടർത്തിയാണ് അവനെ നോക്കിയത്. അതെങ്ങനെയാ? എനിക്കറിയാം. നിനക്ക് മറ്റെവിടെ പോകുന്നതിലും ഇവിടെ വരുന്നതായിരിക്കും സന്തോഷം എന്ന് എനിക്കറിയായിരുന്നു. മറ്റെവിടെക്കാളും നിനക്ക് ഇവിടെ വരുന്നതായിരിക്കും ഇഷ്ടമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിന്നെ ഇന്ന് ഇങ്ങോട്ട് തന്നെ ഞാൻ കൊണ്ടുവന്നത്. ആമി അവൻ പറയുന്നതെല്ലാം അത്ഭുതത്തോടെ കേട്ടിരുന്നു. കാരണം അത് സത്യമാണ്. മറ്റെവിടെ പോയിരിക്കുന്നതിലും തനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത് സന്തോഷം തന്നെയാണ്. കാരണം ഇതിനുള്ളിൽ വെച്ചാണ് താൻ ഏറ്റവും കൂടുതൽ എബിയെ അറിഞ്ഞത്. അവനോട് തനിക്കുള്ളത് വെറുമൊരു സൗഹൃദമല്ല, അതിലുപരി പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചതും ഇവിടെ വെച്ചായിരുന്നു. അതുകൊണ്ട് ഇവിടം തനിക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.